ഹായ് ആൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 134/21. ക്വസ്റ്റ്യൻ: ഇരവികുളം, പാമ്പാടുംചോല, സൈലന്റ് വാലി, മതികെട്ടാൻചോല ഇവയിൽ വേറിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം. ഇരവികുളം, പാമ്പാടുംചോല, സൈലന്റ് വാലി, മതികെട്ടാൻചോല ഇവയിൽ വേറിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം. സൈലന്റ് വാലി. ആൻസർ എന്നത് ഓപ്ഷൻ ഡി 3. നൽകിയിരിക്കുന്നവയിൽ ഇരവികുളം, പാമ്പാടുംചോല, മതികെട്ടാൻചോല എന്നിവ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ സൈലന്റ് വാലി ദേശീയോദ്യാനം പാലക്കാട് ജില്ലയിലാണ്. അതിനാൽ സൈലന്റ് വാലിയാണ് വേറിട്ട് നിൽക്കുന്നത്. യു വിമൽകുമാർ 1992 ബാഴ്സലോണ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച ഇനം. യു വിമൽകുമാർ 1992 ബാഴ്സലോണ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച ഇനം ബാഡ്മിന്റൺ. യു വിമൽകുമാർ ഒരു മുൻ ഇന്ത്യൻ ബാഡ്മിന്റൺ കളിക്കാരനും പരിശീലകനുമാണ്. 1988-89 വർഷങ്ങളിൽ അദ്ദേഹം ദേശീയ ബാഡ്മിന്റൺ ചാമ്പ്യനായിരുന്നു. ബാഴ്സലോണ ഒളിമ്പിക്സിൽ അദ്ദേഹം പുരുഷ വിഭാഗം സിംഗിൾസിലും ഡബിൾസിലും മത്സരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നതോ അംഗീകരിച്ചതോ ആയ തിരിച്ചറിയൽ കാർഡ്. 2 വോട്ടർ പട്ടികയിലെ പേര്. 3 കരം ഒടുക്കിയ രസീത്. 4 18 വയസ്സ് പൂർത്തീകരിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് മേൽപ്പറഞ്ഞവയിൽ ആവശ്യമായത് അല്ലെങ്കിൽ ആവശ്യമായവ 1, 2, 4. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. 18 വയസ്സ് തികഞ്ഞ വോട്ടർ പട്ടികയിൽ പേരുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. വോട്ട് ചെയ്യുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച തിരിച്ചറിയൽ രേഖ കയ്യിൽ കരുതേണ്ടതുണ്ട്. എന്നാൽ കരം ഒടുക്കിയ രസീത്, പ്രോപ്പർട്ടി ടാക്സ് റെസിപ്റ്റ് വോട്ട് ചെയ്യുന്നതിന് ഒരു മാനദണ്ഡമല്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികൾ. 1 സിന്ധു ഗംഗ ബ്രഹ്മപുത്ര. 2 സിന്ധു ബ്രഹ്മപുത്ര. 3 ഗംഗ ബ്രഹ്മപുത്ര. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. ഇവയൊന്നുമല്ല. സിന്ധു, ബ്രഹ്മപുത്ര, ഗംഗ എന്നീ നദികളെല്ലാം ഒന്നിലധികം രാജ്യങ്ങളിലൂടെ, അതായത് ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ് എന്നിവയിലൂടെയൊക്കെ ഒഴുകുന്നവയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം. കില എന്ന് പറയുമ്പോൾ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. കില കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും ആവശ്യമായ പരിശീലനവും ഗവേഷണ സൗകര്യങ്ങളും നൽകുന്ന സ്വയംഭരണ സ്ഥാപനമാണ് കില. തൃശൂർ ജില്ലയിലെ മുളങ്കുന്നത്തുകാവിലാണ് ഇതിന്റെ ആസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ. 1 ആന, വേഴാമ്പൽ, കണിക്കൊന്ന, തെങ്ങ്. 2 കടുവ, മയിൽ, കണിക്കൊന്ന, അരയാൽ. 3 ആന, മയിൽ, അശോകം, ചന്ദനം. 4 ആന, വേഴാമ്പൽ, നീലക്കുറിഞ്ഞി, തെങ്ങ്. മേൽപ്പറഞ്ഞവയിൽ കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ ശ്രേണി കണ്ടെത്തുക. ഒന്നാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1. ആന, വേഴാമ്പൽ, കണിക്കൊന്ന, തെങ്ങ്. സംസ്ഥാന മൃഗം ആന, സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പൽ, സംസ്ഥാന പുഷ്പം കണിക്കൊന്ന, സംസ്ഥാന വൃക്ഷം തെങ്ങ്. ഈ വിവരങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളിക്കുന്ന ശ്രേണി 1. 1 എവറസ്റ്റ് വിന്ധ്യാപർവ്വതം. 2 വിന്ധ്യാപർവ്വതം ഉപദ്വീപീയ പീഠഭൂമി. 3 ആരവല്ലി പശ്ചിമഘട്ടം. 4 പൂർവഘട്ടം സിവാലിക്. ഇവയിൽ ശരിയായ ജോഡി ഏത്? രണ്ടാമത്തെ വിന്ധ്യാപർവ്വതം ഉപദ്വീപീയ പീഠഭൂമി. ആൻസർ ഓപ്ഷൻ എ. വിന്ധ്യാപർവ്വത നിരകളിൽ ഇന്ത്യയിലെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ്. മറ്റ് ജോഡികളൊക്കെ തെറ്റാണ്. അതായത് എവറസ്റ്റ് ഹിമാലയത്തിലാണ്, വിന്ധ്യാപർവ്വതത്തിലല്ല. സിവാലിക് ഹിമാലയത്തിന്റെ ഭാഗമാണ്, പൂർവ്വഘട്ടത്തിൻ്റെതല്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 2. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ വിഭജിച്ചിരിക്കുന്നത് താഴെ തന്നിട്ടുള്ളതിൽ ഏത് രീതിയിലാണ്? 1 ഡെക്കാൻ പീഠഭൂമി, പശ്ചിമഘട്ടം, പൂർവഘട്ടം, സമുദ്രങ്ങൾ. 2 ഡെക്കാൻ പീഠഭൂമി, ഉത്തരമഹാസമതലം, ഹിമാലയം, തീരസമതലങ്ങൾ. 3 ഡെക്കാൻ പീഠഭൂമി, മാൾവ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, തീരസമതലങ്ങൾ. 4 മലനാട്, ഇടനാട്, തീരപ്രദേശം, പർവ്വതങ്ങൾ. ആ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ഓക്കെ. താഴെ പറയുന്നതിൽ കേരളത്തിന്റെ ശരിയായ അതിരുകൾ ഏത്?
താഴെ പറയുന്നവയിൽ കേരളത്തിന്റെ ശരിയായ അതിരുകൾ ഏത്? 1 അറബിക്കടൽ പശ്ചിമഘട്ടം പൂർവ്വഘട്ടം, 2 കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര, 3 ഇന്ത്യൻ മഹാസമുദ്രം കർണാടക തമിഴ്നാട്, 4 കർണാടക തമിഴ്നാട് അറബിക്കടൽ. കേരളത്തിന്റെ ശരിയായ അതിരുകൾ. 4 കർണാടക തമിഴ്നാട് അറബിക്കടൽ. ഓപ്ഷൻ ഡി 4. വടക്ക് കിഴക്ക് കർണാടക, കിഴക്ക് തെക്ക് കിഴക്ക് തമിഴ്നാട്, പടിഞ്ഞാറ് അറബിക്കടൽ. പൂർവ്വഘട്ടം കേരളത്തിന്റെ അതിരിലല്ല. അതുപോലെ മഹാരാഷ്ട്ര കേരളവുമായി അതിര് പങ്കിടുന്നില്ല. ഇന്ത്യൻ മഹാസമുദ്രം നേരിട്ട് കേരളത്തിന്റെ അതിരല്ല. അറബിക്കടലാണ് പടിഞ്ഞാറൻ അതിർത്തി. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ പ്രസിഡന്റ്, മുനിസിപ്പാലിറ്റി അധ്യക്ഷൻ ഡാഷ്. ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ പ്രസിഡന്റ്, മുനിസിപ്പാലിറ്റി അധ്യക്ഷൻ ഡാഷ്. ചെയർമാൻ. ആൻസർ ഓപ്ഷൻ ബി, ചെയർമാൻ. ഗ്രാമപഞ്ചായത്തിന്റെ തലവനെ പ്രസിഡന്റ് എന്ന് വിളിക്കുന്നത് പോലെ മുനിസിപ്പാലിറ്റിയുടെ തലവനെ ചെയർമാൻ എന്നാണ് വിളിക്കുന്നത്. കോർപ്പറേഷന്റെ തലവനെയാണ് മേയർ എന്ന് വിളിക്കുന്നത്. കേരളത്തിന്റെ ഭൂമിശാസ്ത്ര വിഭാഗമായ ഇടനാട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ ഭൂമിശാസ്ത്ര വിഭാഗമായ ഇടനാട് സ്ഥിതി ചെയ്യുന്നത് മലനാടിനും തീരപ്രദേശത്തിനും മധ്യേ. മലനാടിനും തീരപ്രദേശത്തിനും മധ്യേ. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തിന്റെ പ്രധാനമായും 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ പ്രധാനമായും 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട് എന്ന് പറയുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്റർ കൂടുതൽ ഉയരമുള്ള കിഴക്കൻ പ്രദേശം. ഇടനാട് എന്ന് പറയുമ്പോൾ മലനാടിനും തീരസമതലത്തിനും ഇടയിലുള്ള പ്രദേശം, 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം. തീരദേശം എന്ന് പറയുമ്പോൾ കടലിനോട് ചേർന്ന് കിടക്കുന്ന താഴ്ന്ന പ്രദേശം, 7.5 മീറ്റർ താഴെ ഉയരം. സുന്ദരവനം ഡെൽറ്റയെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? സുന്ദരവനം ഡെൽറ്റയെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഗംഗയും ബ്രഹ്മപുത്രയും ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഭാഗത്ത് രൂപം കൊണ്ടത്. ഗംഗയും ബ്രഹ്മപുത്രയും ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഭാഗത്ത് രൂപം കൊണ്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദരവനം. ഗംഗ, ബ്രഹ്മപുത്ര നദികൾ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നിടത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി. ഇവരിൽ ആർക്കാണ് 2015 അർജുന അവാർഡ് ലഭിച്ചത്? ഇവരിൽ ആർക്കാണ് 2015 അർജുന അവാർഡ് ലഭിച്ചത്? പി ആർ ശ്രീജേഷ്. മലയാളിയായ ഇന്ത്യൻ ഹോക്കി താരമാണ് പി ആർ ശ്രീജേഷ്. 2015 കായിക രംഗത്തെ മികച്ച നേട്ടങ്ങൾക്കുള്ള അർജുന അവാർഡ് ലഭിച്ചത്. താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിലാണ് കൃഷ്ണ നദി ഉൾപ്പെടുന്നത്? താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിലാണ് കൃഷ്ണ നദി ഉൾപ്പെടുന്നത്? ഡക്കാൻ നദികൾ. ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളിൽ ഒന്നായ കൃഷ്ണ നദി ഒരു ഉപദ്വീപീയ നദിയാണ്. ഇവ ഡക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്നതിനാൽ ഡക്കാൻ നദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ലൈഫ് മിഷൻ, പുനർഗേഹം, സുരക്ഷാ ഭവന പദ്ധതി, ലക്ഷം വീട് പദ്ധതി. കേരളത്തിലെ ചില ഭവന പദ്ധതികളാണ് ഇവ. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഭവന പദ്ധതി ഇവയിൽ ഏതാണ്? മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഭവന പദ്ധതി ഇവയിൽ ഏതാണ്? 2 പുനർഗേഹം. ആൻസർ ഓപ്ഷൻ എ 2. കടലാക്രമണ ഭീഷണി നേരിടുന്ന തീരപ്രദേശങ്ങളിൽ വസിക്കുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ പുനരധിവസിപ്പിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പുനർഗേഹം. കല്ലട, പേപ്പാറ, മലമ്പുഴ, പള്ളിവാസൽ. കേരളത്തിലെ ചില ജലവൈദ്യുത പദ്ധതികളാണിവ. ഇവയിൽ ഒരെണ്ണം മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്നു. അത് ഏതാണ്? കല്ലട, പേപ്പാറ, മലമ്പുഴ, പള്ളിവാസൽ. കേരളത്തിലെ ചില വൈദ്യുത പദ്ധതികളാണിവ. ഇവയിൽ ഒരെണ്ണം മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നു. അത് ഏതാണ്? 4 പള്ളിവാസൽ. ഓപ്ഷൻ സി 4. പള്ളിവാസൽ എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ്. ഇടുക്കി ജില്ലയിലെ മുതിരപ്പുഴയുടെ ആറിലാണ്, അതായത് പെരിയാറിന്റെ പോഷക നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കുറ്റ്യാടി, പേപ്പാറ, അതുപോലെ മലമ്പുഴ ഇവയെല്ലാം കേരളത്തിലെ അണക്കെട്ടുകളുമായി ബന്ധപ്പെട്ട പദ്ധതികളാണെങ്കിലും ഇവ ഓരോന്നും അതാത് ജില്ലകളിലെ പ്രധാന കുടിവെള്ള പദ്ധതികളോ ജലസേചന പദ്ധതികളോ കൂടിയാണ്. മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് പള്ളിവാസൽ ഒരു മേജർ ജലവൈദ്യുത പദ്ധതിയായി കണക്കാക്കുമ്പോൾ പേപ്പാറയും അതുപോലെ മലമ്പുഴ അത് താരതമ്യേന ചെറിയ വൈദ്യുതി ഉൽപാദന കേന്ദ്രങ്ങളാണ്. പള്ളിവാസൽ ഒരു മേജർ ജലവൈദ്യുത പദ്ധതിയാണ്, മറ്റുള്ളത്
ചെറിയ വൈദ്യുത ഉൽപാദന കേന്ദ്രമാണ്. അപ്പോൾ പള്ളിവാസൽ. വർഷം ഉൽപാദനവും തന്നിട്ടുണ്ട്. വർഷം 2012-13 5.31 ടൺ, 2013-14 5.22 ടൺ, 2014-15 5.24 ടൺ, 2015-16 5.17 ടൺ, 2016-17 4.88 ടൺ. 2017 ഫിഷറി സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് കേരളത്തിലെ മത്സ്യോൽപാദനത്തിന്റെ കണക്കാണ് പട്ടികയിൽ തന്നിട്ടുള്ളത്. മത്സ്യോൽപാദനത്തിൽ വർധനവ് രേഖപ്പെടുത്തിയത് ഏത് വർഷം? മത്സ്യോൽപാദനത്തിൽ വർധനവ് രേഖപ്പെടുത്തിയത് ഏത് വർഷം? 2014-15. ഓപ്ഷൻ ഡി. മുൻവർഷത്തെ അപേക്ഷിച്ച് ഉൽപാദനത്തിൽ വർധനവ് രേഖപ്പെടുത്തിയത് 2014-15 വർഷത്തിലാണ്. അതായത് 5.22 നിന്ന് 5.24 വർദ്ധിച്ചു. അതുകൊണ്ട് ശരിയായ ഉത്തരം 2014-15. താഴെ തന്നിട്ടുള്ള KCBയുടെ ഉടമസ്ഥയിലുള്ള വൈദ്യുതി പദ്ധതി ഏത് അല്ലെങ്കിൽ ഏതെല്ലാം? താഴെ തന്നിട്ടുള്ളവയിൽ KCBയുടെ ഉടമസ്ഥതയിലുള്ള വൈദ്യുത പദ്ധതി ഏത് അല്ലെങ്കിൽ ഏതെല്ലാം? ശബരിഗിരി, കുറ്റ്യാടി, ഇടമലയാർ, പെരിങ്ങൽകുത്ത്. ഇവയെല്ലാം. ആൻസർ ഓപ്ഷൻ ബി, ഇവയെല്ലാം. ചോദ്യത്തിൽ നൽകിയിരിക്കുന്ന 4 വൈദ്യുത പദ്ധതികളും ശബരിഗിരി, കുറ്റ്യാടി, ഇടമലയാർ, പെരിങ്ങൽകുത്ത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കീഴിലുള്ള പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ്. അതിനാൽ ഇവയെല്ലാം എന്നതാണ് ശരിയായ ഓപ്ഷൻ. കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളാണ് ചുവടെ തന്നിട്ടുള്ളത്. ഇവയിൽ വ്യത്യസ്തത പുലർത്തുന്ന തടാകം ഏത്? കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളാണ് ചുവടെ തന്നിട്ടുള്ളത്. ഇവയിൽ വ്യത്യസ്തത പുലർത്തുന്ന തടാകം ഏതാണ്? മാനാഞ്ചിറ. നൽകിയിട്ടുള്ളവയിൽ മാനാഞ്ചിറ ഒഴികെയുള്ള 3 തടാകങ്ങളും, അത് ശാസ്താംകോട്ട, പൂക്കോട്, വെള്ളിയാണി, ഇവയെല്ലാം പ്രകൃതിദത്തമായ ശുദ്ധജല തടാകങ്ങളാണ്. എന്നാൽ കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന മാനാഞ്ചിറ ഒരു മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ്. ശാസ്താംകോട്ട കായൽ കേരളത്തിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ശുദ്ധജല തടാകമാണ് കൊല്ലം ജില്ലയിലെ. വെള്ളയാണി കായൽ തിരുവനന്തപുരത്തെ. കേരളത്തിലെ 2ാമത്തെ വലിയ ശുദ്ധജല തടാകം പൂക്കോട് തടാകം എന്ന് പറഞ്ഞത് വയനാട്ടിലെ. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ്. 1857 1-ാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യമായി പ്രതിഷേധമുയർത്തിയ ആൾ? 1857 1-ാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യമായി പ്രതിഷേധമുയർത്തിയ ആൾ? മംഗൾ പാണ്ഡെ. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷിയായാണ് മംഗൾ പാണ്ഡെ അറിയപ്പെടുന്നത്. ബംഗാളിലെ ബാരഗുപ്ത സൈനിക കേന്ദ്രത്തിൽ വെച്ചാണ് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായി വെടിയുതിർത്തത്. 1857 ഏപ്രിൽ 8 അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. 1857 വിപ്ലവത്തിന്റെ കാരണങ്ങളെക്കുറിച്ചും മംഗൾ പാണ്ഡെയുടെ പങ്കിനെക്കുറിച്ചും അറിയാം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ സാമൂഹികവും മതപരവുമായ പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. അതിനാൽ അദ്ദേഹത്തെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. 1828 അദ്ദേഹം ബ്രഹ്മസമാജം സ്ഥാപിച്ചു. അംബേദ്കർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പിയും ദളിത് നവോത്ഥാന നായകനുമാണ്. ടാഗോർ എന്ന് പറയുന്നത് നോബൽ സമ്മാനം നേടിയ പ്രശസ്തനായ കവിയും എഴുത്തുകാരനുമാണ്. ലാലാ ലജ്പത് റായ് പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്ന പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ആര്യസമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി. 1875 ബോംബെയിലാണ് സ്വാമി ദയാനന്ദ സരസ്വതി ആര്യസമാജം സ്ഥാപിച്ചത്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ആഹ്വാനം. ബംഗാളിനെ 2ആയി വിഭജിച്ച വൈസ്രോയി കേഴ്സൺ പ്രഭു. 1905 ജൂലൈ 20 കേഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത്. 1905 ഒക്ടോബർ 16 വിഭജനം ഔദ്യോഗികമായി നടപ്പിലാക്കി. ശക്തമായ പ്രതിഷേധങ്ങളെ തുടർന്ന് 1911 ഹാർഡിച്ച് 2ാമൻ പ്രഭു ബംഗാൾ വിഭജനം റദ്ദാക്കി. ഭരണസൗകര്യം എന്നാണ് ബ്രിട്ടീഷുകാർ പറഞ്ഞിരുന്നതെങ്കിലും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ തളർത്തുകയും ഹിന്ദു മുസ്ലിം ഐക്യം ഇല്ലാതാക്കുകയായിരുന്നു ഇതിന്റെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന പ്രസിദ്ധമായ പ്രഖ്യാപനം ആരുടെ?
സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന പ്രസിദ്ധമായ പ്രഖ്യാപനം ആരുടെ? ബാലഗംഗാധര തിലക്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായ ബാലഗംഗാധര തിലക് ആണ് ഈ മുദ്രാവാക്യം ഉയർത്തിയത്. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് ഇദ്ദേഹം അറിയപ്പെടുന്നു. അതുപോലെ കേസരി, മറാത്ത എന്നിവ അദ്ദേഹം ആരംഭിച്ച പ്രധാന പത്രങ്ങളാണ്. കേരള സംസ്ഥാന രൂപീകരണം 1956 നവംബർ 1. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം നടത്തിയത്. പഴശ്ശിരാജ. ബ്രിട്ടീഷുകാർക്കെതിരെ വയനാടൻ കാടുകൾ കേന്ദ്രീകരിച്ച് ശക്തമായ ഗറില്ല യുദ്ധം അഥവാ ഒളിപ്പോർ നയിച്ച കേരളവർമ്മ പഴശ്ശിരാജയാണ്. കുറിച്യർ, കുറുമ്പർ തുടങ്ങിയ ഗോത്രവർഗക്കാരുടെ സഹായത്തോടെയാണ് അദ്ദേഹം പോരാടിയത്. പുന്നപ്ര വയലാർ സമരം 1946. തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യരുടെ ഭരണത്തിനെതിരെയും അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കരണത്തിനെതിരെയും 1946 ഒക്ടോബറിലാണ് ഈ ഐതിഹാസിക സമരം നടന്നത്. ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യം കണ്ട് കേരളം ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദൻ. 1892 കേരളം സന്ദർശിച്ച വേളയിലാണ് ഇവിടുത്തെ അയിത്തവും ജാതി വിവേചനവും കണ്ട് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത്. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ. കേളപ്പൻ. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. ഹിന്ദുക്കളിലെ എല്ലാ വിഭാഗക്കാർക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്നായിരുന്നു സമരത്തിന്റെ ലക്ഷ്യം. കേളഗാന്ധി എന്നറിയപ്പെടുന്ന കെ. കേളപ്പനായിരുന്നു സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി. ഈ സമരത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനായിരുന്നു. സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഗ്രാമസഭ. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഓരോ വാർഡിലുമുള്ള വോട്ടർമാരുടെ കൂട്ടായ്മയാണ് ഗ്രാമസഭ. ആ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാനും തീരുമാനിക്കാനും ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാനുമുള്ള അധികാരം ഗ്രാമസഭയ്ക്കാണ്. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധി. നിയമവാഴ്ച എന്നാൽ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ജാതി, മതം, പദവി എന്നിവ പരിഗണിക്കാതെ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണെന്നാണ് നിയമവാഴ്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലെ പാളിച്ചകൾ തുറന്നുകാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്നത്. പ്രതിപക്ഷം. ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തുകയും തെറ്റായ തീരുമാനങ്ങളോ പാളിച്ചകളോ ഉണ്ടാകുമ്പോൾ അവ ജനശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ചുമതല. ഭരണപക്ഷത്തെ ക്രിയാത്മകമായി വിമർശിക്കുന്നതിലൂടെ ഗവൺമെന്റിനെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളതാക്കി മാറ്റാൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നും ശില്പി എന്നും അറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. 2 ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത PV സിന്ധു. 2016 റിയോ ഒളിമ്പിക്സിൽ വെള്ളിയും 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കലവും നേടിയാണ് PV സിന്ധു ഈ നേട്ടം കൈവരിച്ചത്. ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിലെ മലയാളി ഗോൾ കീപ്പർ PR ശ്രീജേഷ്.
PR ശ്രീജേഷ്. 41 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ത്യൻ ഹോക്കി ടീം ഒളിമ്പിക് മെഡൽ നേടിയപ്പോൾ ടീമിന്റെ ഗോൾവല കാത്തത് ഇദ്ദേഹമാണ്. 1972 മെഡൽ നേടിയ മാനുവൽ ഫ്രെഡറിക്സിന് ശേഷം ഒളിമ്പിക് മെഡൽ നേടുന്ന മലയാളി എന്ന നേട്ടവും ഇതോടെ ശ്രീജേഷ് സ്വന്തമാക്കി. മിശ്രിത സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെടുന്ന പ്രസ്താവന ഏത്? മിശ്രിത സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെടുന്ന പ്രസ്താവന ഏത്? 1 പൊതുമേഖലയ്ക്ക് പ്രാധാന്യം, 2 സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം. 1ഉം 2ഉം. ഓപ്ഷൻ സി 1ഉം 2ഉം. ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ പൊതുമേഖലയും സ്വകാര്യ മേഖലയും സഹവർത്തിത്വത്തോടെ പ്രവർത്തിക്കുന്നു. ഇത് ഒരു മിശ്രിത സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ്. ഇവിടെ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളും വ്യക്തികളുടെ ഉടമസ്ഥയുള്ള സ്ഥാപനങ്ങളും ഒരുപോലെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അതിനാൽ നൽകിയിട്ടുള്ള 2 പ്രസ്താവനകളും ശരിയാണ്. താഴെ പറഞ്ഞാൽ ഏതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ പെടാത്തത്? താഴെ പറഞ്ഞാൽ ഏതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ പെടാത്തത്? CISR. ICAR എന്ന് പറയുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ICAR. ICMR എന്ന് പറയുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR. CSIR എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. ഇവ മൂന്നും ഇന്ത്യയിലെ പ്രധാന ഗവേഷണ സ്ഥാപനങ്ങളാണ്. എന്നാൽ CISR എന്നത് ഈ വിഭാഗത്തിൽ പെടുന്ന പ്രമുഖ സ്ഥാപനമല്ല. ആൻസർ ഓപ്ഷൻ സി. ഇന്ത്യ ഗവൺമെന്റിന്റെ മേക്ക് ഇൻ ഇന്ത്യ പോളിസിയെ സാമ്പത്തികാസൂത്രണത്തിന്റെ ഏത് ലക്ഷ്യവുമായി ഏറ്റവും അനുയോജ്യമായി ബന്ധിപ്പിക്കുന്നു? ഇന്ത്യ ഗവൺമെന്റിന്റെ മേക്ക് ഇൻ ഇന്ത്യ പോളിസിയെ സാമ്പത്തികാസൂത്രണത്തിന്റെ ഏത് ലക്ഷ്യവുമായി ഏറ്റവും അനുയോജ്യമായി ബന്ധിപ്പിക്കപ്പെടുന്നു? സ്വാശ്രയത്വം. ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൻ്റെതാണ്? ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൻ്റെതാണ്? സോവിയറ്റ് യൂണിയൻ. ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾ പഴയ സോവിയറ്റ് യൂണിയന്റെ USSRന്റെ ആസൂത്രണ മാതൃകയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് താഴെ പറയുന്നതിൽ ഏതെല്ലാം ഭാഗങ്ങളിലാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് താഴെ പറയുന്നതിൽ ഏതെല്ലാം ഭാഗങ്ങളിലാണ്? 1 കനത്ത വ്യവസായം, 2 വലിയ ഡാമുകളുടെ നിർമ്മാണം, 3 ഇൻഷുറൻസ്, 4 രാജ്യസുരക്ഷ. 1ഉം 2ഉം. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956 to 61 PC മഹൽനോബിസ് മോഡലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു ഈ പദ്ധതി. കനത്ത വ്യവസായങ്ങൾക്കും അതുപോലെ പൊതുമേഖലയ്ക്കുമാണ് ഈ പദ്ധതി മുൻഗണന നൽകിയത്. അടിസ്ഥാന ജലവൈദ്യുത പദ്ധതികളും വലിയ ഡാമുകളുടെ നിർമ്മാണവും ഈ കാലയളവിൽ വലിയ പ്രാധാന്യത്തോടെ നടപ്പിലാക്കി രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. അപ്പൊ ആൻസർ വരുന്നത് 1ഉം 2ഉം. 2021 ഇന്ത്യ വികസിപ്പിച്ച അഗ്നി പ്രൈം മിസൈൽ ഏത് സംസ്ഥാനത്ത് നിന്നാണ് വിക്ഷേപിച്ചത്? 2021 ഇന്ത്യ വികസിപ്പിച്ച അഗ്നി പ്രൈം മിസൈൽ ഏത് സംസ്ഥാനത്ത് നിന്നാണ് വിക്ഷേപിച്ചത്? ഒഡീഷ. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച കോവിഷീൽഡ് വാക്സിൻ നിർമ്മിച്ച സ്ഥാപനമേത്? ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച കോവിഷീൽഡ് വാക്സിൻ നിർമ്മിച്ച സ്ഥാപനമേത്? സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്സ്ഫോർഡ് സർവകലാശാലയെയും ആസ്ട്രാസെനക്കയും ചേർന്ന് വികസിപ്പിച്ച വാക്സിൻ ഇന്ത്യയിൽ നിർമ്മിച്ചത് പൂനെയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിൻ കോവാക്സിൻ ആണ്. അത് നിർമ്മിച്ചത് ഭാരത് ബയോടെക് ആണ്. ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപത്തിന്റെ പേര്? ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപത്തിന്റെ പേര്? കേരള നടനം. കഥകളിയെ അടിസ്ഥാനമാക്കി സാധാരണക്കാർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ ഗുരു ഗോപിനാഥ് വികസിപ്പിച്ചെടുത്ത നൃത്ത രൂപമാണ് കേരള നടനം. ഇദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം തിരുവനന്തപുരത്തെ ഗുരു ഗോപിനാഥ് നടന ഗ്രാമം സ്ഥിതി ചെയ്യുന്നു. എയർബാൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ബാസ്കറ്റ്ബോളിൽ റിമ്മിലോ ബോർഡിലോ തട്ടാതെ പോകുന്ന ഷോട്ടിനെയാണ് എയർബോൾ എന്ന് വിളിക്കുന്നത്.
ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? ആര്യഭട്ട. 1975 ഏപ്രിൽ 19-നാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത്. സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയായിരുന്നു ഈ വിക്ഷേപണം. അമ്പിളി ചിരിക്കും മാനത്തെ തുമ്പ ചിരിക്കും താഴത്തെ ഈ വരികൾ ആരെഴുതിയതാണ്? ONV കുറുപ്പ്. ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചിട്ടില്ലാത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ആർക്കാണ് ലഭിക്കാത്തത്? വയലാർ രാമവർമ്മ. 2019 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ വ്യക്തി. 2019 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ വ്യക്തി രജനീകാന്ത്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ 2ാം സ്ഥാനം ലഭിച്ച രാജ്യം ഏത്? 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ 2ാം സ്ഥാനം ലഭിച്ച രാജ്യം ഏത്? ചൈന. 2020 വയലാർ പുരസ്കാര ജേതാവ്. 2020 വയലാർ പുരസ്കാര ജേതാവ് ആര്? ഏഴാഞ്ചേരി രാമചന്ദ്രൻ. ഒരു വെർജിനിയൻ വെയിൽക്കാലം എന്ന കവിതാ സമാഹാരത്തിനാണ് അദ്ദേഹത്തിന് 2024 44ാമത് വയലാർ പുരസ്കാരം ലഭിച്ചത്. 2021 കേരള സയൻസ് കോൺഗ്രസ് നടന്ന സ്ഥലം ഏത്? 2021 കേരള സയൻസ് കോൺഗ്രസ് നടന്ന സ്ഥലം ഏത്? തിരുവനന്തപുരം. സങ്കര ഇനം ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? സങ്കര ഇനം ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? പരപരാഗണം നടത്തിയിട്ട്. വ്യത്യസ്ത ഗുണങ്ങളുള്ള 2 സസ്യങ്ങൾ തമ്മിൽ പരപരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെയാണ് സങ്കര ഇനം ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്നത്. മാതൃസസ്യങ്ങളുടെ നല്ല ഗുണങ്ങൾ ഒത്തുചേർന്ന പുതിയൊരു ഇനം ഇതിലൂടെ ലഭിക്കുന്നു. ഭൂമിയിലെ ജലസ്രോതസ്സിൽ ഭൂഗർഭ ജലത്തിന്റെ സാന്നിധ്യം എത്ര? ഭൂമിയിലെ ജലസ്രോതസ്സിൽ ഭൂഗർഭ ജലത്തിലെ സാന്നിധ്യം എത്ര? 2% കുറവ്. ഭൂമിയിലെ ആകെ ജലത്തിന്റെ 1% താഴെ മാത്രമാണ് ഭൂഗർഭ ജലമായി കാണപ്പെടുന്നത്. അതിനാൽ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ 2% കുറവ് എന്നതാണ് ശരിയായ ഉത്തരം. മുറിവുകളിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത്? മുറിവുകളിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത്? വിറ്റമിൻ കെ. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ പ്രോത്രോംബിൻ എന്ന പ്രോട്ടീൻ നിർമ്മിക്കാൻ ശരീരത്തെ സഹായിക്കുന്നു. ഇതിന്റെ കുറവ് അമിത രക്തസ്രാവത്തിന് കാരണമാകും. ഡയഫ്രം എന്ന ശരീരഭാഗം ഏത് അവയവവുമായി ബന്ധപ്പെട്ടതാണ്? ഡയഫ്രം എന്ന ശരീരഭാഗം ഏത് അവയവവുമായി ബന്ധപ്പെട്ടതാണ്? ശ്വാസകോശം. നെഞ്ചിനെയും ഉദരത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഒരു പാളിയാണ് ഡയഫ്രം. ശ്വസന പ്രക്രിയയിൽ ശ്വാസകോശത്തെ സഹായിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ധർമ്മം. വനം വകുപ്പിന്റെ വനശ്രീ സെൽ കൈകാര്യം ചെയ്യുന്ന വിഷയം. വനവിഭവങ്ങളുടെ വിപണനം. കേരള വനം വകുപ്പിന് കീഴിലുള്ള വനശ്രീ യൂണിറ്റുകൾ പ്രധാനമായും വനവിഭവങ്ങൾ ശേഖരിക്കുകയും അവ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതായത് വിപണനം ചെയ്യുകയും ചെയ്യുന്നു. ഇതിലൂടെ വനത്തിനടുത്ത് താമസിക്കുന്നവർക്ക് തൊഴിലവസരങ്ങൾ നൽകാനും ഈ വിഭാഗം ലക്ഷ്യമിടുന്നു. COVID-19 നേരിട്ട് ബാധിക്കുന്ന ശരീരഭാഗം. ശ്വാസകോശം. COVID-19 പ്രധാനമായും മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥയാണ് ബാധിക്കുന്നത്. ഇത് ശ്വാസകോശത്തിലെ വായു അറകളിൽ വീക്കം ഉണ്ടാകുന്നതിനും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനും കാരണമാകുന്നു. ഇന്ത്യയിൽ ചായ എത്തിയത് ഏത് രാജ്യത്ത് നിന്നാണ്? ചൈന. ഇന്ത്യയിൽ ചായയുടെ ഉത്ഭവം പ്രധാനമായും ചൈനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരാണ് ചൈനയിൽ നിന്ന് ചായച്ചെടികൾ ഇന്ത്യയിൽ എത്തിച്ച് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ആരംഭിച്ചത്. അന്തരീക്ഷത്തിലെ ജലകണികളിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണവിസ്മയമാണ് മഴവില്ല്. മഴവില്ലിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? അന്തരീക്ഷത്തിലെ ജലകണികകളിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണവിസ്മയമാണ് മഴവില്ല്. മഴവില്ലിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? പ്രകീർണനം. സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ മഴത്തുള്ളികളിലൂടെ കടന്നു പോകുമ്പോൾ അപവർത്തനത്തിനും ആന്തരപ്രതിപതനത്തിനും ശേഷം പ്രകീർണനം സംഭവിക്കുന്നത് മൂലമാണ് മഴവില്ല് രൂപപ്പെടുന്നത്. പ്രധാനമായും വെളുത്ത പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന ഈ പ്രതിഭാസമാണ് മഴവില്ലിന് കാരണമാകുന്നത്.
പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണ്? പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണ്? രാസോർജം. രാസോർജം. പദാർത്ഥങ്ങളിലെ തന്മാത്രകൾക്കിടയിലുള്ള ബന്ധനങ്ങളിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന ഊർജമാണ് രാസോർജം. ആഹാരം, ഇന്ധനങ്ങൾ തുടങ്ങിയവയിലെല്ലാം ഊർജം ഈ രൂപത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതു പേരിൽ അറിയപ്പെടുന്നു? ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതു പേരിൽ അറിയപ്പെടുന്നു? സംവഹനം. സംവഹനം. ദ്രാവകങ്ങളിലോ വാതകങ്ങളിലോ ഉള്ള തന്മാത്രകൾ ചൂടുപിടിച്ച് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നേരിട്ട് നീങ്ങുന്നതിലൂടെ താപ കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണിത്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? മാലിക് ആസിഡ്. മാലിക് ആസിഡ്. പാറക്കോൽ ഉപയോഗിച്ച് ഒരാൾ ഒരു വലിയ പാറക്കല്ല് ഉയർത്തുന്നു. ഈ സന്ദർഭത്തിൽ താഴെ തന്നിരിക്കുന്ന ശരിയായ ഉത്തരം കണ്ടെത്തുക. പാറക്കോൽ ഉപയോഗിച്ച് ഒരാൾ വലിയ ഒരു പാറക്കല്ല് ഉയർത്തുന്നു. ഈ സന്ദർഭത്തിൽ താഴെ തന്നിരിക്കുന്ന ശരിയായ ഉത്തരം കണ്ടെത്തുക. രോധത്തിനും യജ്ഞത്തിനും ഇടയിൽ ധാരം. രോധത്തിനും യജ്ഞത്തിനും ഇടയിൽ ധാരം. ഒരു പാറക്കോൽ ഉപയോഗിച്ച് കല്ല് ഉയർത്തുമ്പോൾ അത് ഒന്നാം വർഗ ഉത്തോലകമായാണ് പ്രവർത്തിക്കുന്നത്. ധാരം എന്ന് പറയുന്നത് താങ്ങുബിന്ദു. ഇത് രോധത്തിനും യജ്ഞത്തിനും ഇടയിലാണ് വരുന്നത്. രോധത്തിനും യജ്ഞത്തിനും ഇടയിലാണ് വരുന്നത്. രോധം എന്ന് പറഞ്ഞാൽ ഉയർത്തേണ്ട ഭാരം, അതായത് പാറക്കല്ല്. യത്നം എന്ന് പറയുന്നത് നമ്മൾ പ്രയോഗിക്കുന്ന ബലം. ഒന്നാം വർഗ ഉത്തോലകങ്ങളിൽ എപ്പോഴും ധാരം രോധത്തിനും യത്നത്തിനും ഇടയിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ശരി. പാചകവാതകമായ LPGയുടെ പ്രധാന ഘടകം ഏതാണ്? പാചകവാതകമായ LPGയുടെ പ്രധാന ഘടകം ഏതാണ്? ബ്യൂട്ടെയിൻ. LPG, ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്. അതായത് ഗാർഹിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന പാചകവാതകമാണ് LPG. ഇതിലെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് ബ്യൂട്ടെയിനും പ്രൊപ്പൈനുമാണ്. ഇതിൽ ബ്യൂട്ടെയിൻ ആണ് കൂടുതൽ അളവിൽ അടങ്ങിയിരിക്കുന്നത്. ശുദ്ധമായ രൂപത്തിൽ ഇതിന് മണമില്ലാത്തതിനാൽ വാതകചോർച്ച തിരിച്ചറിയാനായി ഈഥിൽ മെർക്യാപ്റ്റൻ എന്ന പദാർത്ഥം ഇതിൽ ചേർക്കുന്നു. അന്താരാഷ്ട്ര പീരിയോഡിക്കൽ ടേബിൾ വർഷം ആയി UN ആചരിച്ച വർഷം ഏതാണ്? അന്താരാഷ്ട്ര പീരിയോഡിക്കൽ ടേബിൾ വർഷമായി UN ആചരിച്ച വർഷം ഏതാണ്? 2019. ഓപ്ഷൻ സി 2019. ദിമിത്രി മെൻഡലീഫ് ആവർത്തന പട്ടിക പീരിയോഡിക് ടേബിൾ വികസിപ്പിച്ചതിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് 2019 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി പ്രഖ്യാപിച്ചത്. താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് കൊതുകു പരത്തുന്ന രോഗങ്ങൾ? താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് കൊതുകു പരത്തുന്ന രോഗങ്ങൾ? മലേറിയ, മന്ത്രോഗം, സിക്ക വൈറസ് രോഗം. 3. 1, 2, 3. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി 1, 2, 3 ശരിയാണ്. ഇവയിൽ കൈകളുടെ ശുചിത്വക്കുറവ് കാരണം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഇവയിൽ കൈകളുടെ ശുചിത്വക്കുറവ് കാരണം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ടൈഫോയിഡ്. മലിനമായ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയുമാണ് ഈ രോഗം പകരുന്നത്. കൈകൾ കൃത്യമായി കഴുകാത്തതും ശുചിത്വമില്ലായ്മയ്ക്കും രോഗാണുക്കൾ ശരീരത്തിൽ കാരണമാകുന്നു. ഡെങ്കിപ്പനി കൊതുക് വഴിയാണ് പകരുന്നത്. പ്രമേഹം ഒരു ജീവിതശൈലി രോഗമാണ്. കുരങ്ങുപനി മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നതാണ്. വാക്സിൻ സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. വാക്സിൻ സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1. ഏത് താപനിലയിലും സൂക്ഷിക്കാൻ പറ്റും. 2. പോളിയോ തുള്ളിമരുന്ന് ഒരു തരം വാക്സിനാണ്. 3. എല്ലാ വാക്സിനും കുത്തിവയ്പ് രൂപത്തിൽ മാത്രമാണ് ലഭ്യമാകുന്നത്. ശരിയായ പ്രസ്താവന 2 മാത്രം ശരി. 2 മാത്രം ശരി. 1. ഏത് താപനിലയിലും സൂക്ഷിക്കാൻ പറ്റും. ഇത് തെറ്റാണ്. വാക്സിനുകൾ കൃത്യമായി തണുപ്പുള്ള താപനിലയിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ പോളിയോ തുള്ളിമരുന്ന് ഒരു തരം വാക്സിനാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. 3. എല്ലാ വാക്സിനും കുത്തിവയ്പ് രൂപത്തിൽ മാത്രമാണ് ലഭ്യമാകുന്നത്. ഇത് തെറ്റാണ്. പോളിയോ തുള്ളിമരുന്ന് പോലെ വായിലൂടെ നൽകുന്ന വാക്സിനുകളും നിലവിലുണ്ട്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉപ്പ് അധികമുള്ള ഭക്ഷണം കഴിച്ച രക്തസമ്മർദ്ദം കുറയും. ഉപ്പ് അധികമുള്ള ഭക്ഷണം കഴിച്ച രക്തസമ്മർദ്ദം കുറയും. ഭക്ഷണത്തിൽ ഉപ്പിന്റെ അളവ് കൂടുന്നത് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാനാണ് കാരണമാക്കുന്നത്, കുറയ്ക്കാനല്ല.
പ്രസ്താവന ഓപ്ഷൻ സി തെറ്റാണ്. പ്രമേഹത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. പ്രമേഹത്തെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന: ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കാം. പാലിയേറ്റീവ് പരിചരണത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. പാലിയേറ്റീവ് പരിചരണത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തീവ്രരോഗബാധിതർക്കും അവരുടെ കുടുംബത്തിന്റെയും ജീവിത ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നു. ഓപ്ഷൻ എ. പാലിയേറ്റീവ് കെയർ അഥവാ സ്വാതന്ത്ര്യ ചികിത്സയുടെ പ്രധാന ലക്ഷ്യം മാറാരോഗങ്ങൾ ബാധിച്ച വ്യക്തികളുടെയും അവരുടെ കുടുംബത്തിന്റെയും ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ കുറച്ച് ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ്. ആശ്വാസകിരണം പദ്ധതി ഉപഭോക്താക്കൾ ആരാണ്? ആശ്വാസകിരണം പദ്ധതി ഉപഭോക്താക്കൾ ആരാണ്? രോഗികളെ പരിചരിക്കുന്നവർക്ക്. പൂർണ്ണമായും ശയ്യാവലംബരായ രോഗികളെയും മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണിത്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കോവിഡ് വാക്സിൻ കോവാക്സിൻ രണ്ടാം ഡോസ് എത്ര ദിവസം കഴിഞ്ഞാണ് എടുക്കുന്നത്? ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കോവിഡ് വാക്സിൻ കോവാക്സിൻ രണ്ടാം ഡോസ് എത്ര ദിവസം കഴിഞ്ഞാണ് എടുക്കുന്നത്? 28 ദിവസം കഴിഞ്ഞ്. കോവാക്സിൻ ആദ്യ ഡോസ് എടുത്ത് 28 ദിവസത്തിന് ശേഷമാണ് സാധാരണയായി രണ്ടാം ഡോസ് എടുക്കുന്നത്. 4 മുതൽ 6 ആഴ്ച വരെ കഴിഞ്ഞ്. ഇന്ത്യയിൽ ആദ്യമായി COVID-19 സ്ഥിരീകരിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിൽ ആദ്യമായി COVID-19 സ്ഥിരീകരിച്ചത് ഏത് സംസ്ഥാനത്താണ്? കേരളം. 2020 ജനുവരി 30 തൃശൂർ ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തത്. പ്ലാസ്റ്റിക് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന ശരിയായ രീതി ഏതാണ്? പ്ലാസ്റ്റിക് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന ശരിയായ രീതി ഏതാണ്? പുനരുപയോഗിക്കുക. പ്ലാസ്റ്റിക് കത്തിക്കുന്നതോ കുഴിച്ചുമൂടുന്നതോ പരിസ്ഥിതിക്ക് ദോഷകരമാണ്. അതിനാൽ അവ തരംതിരിച്ച് പുനരുപയോഗത്തിനായി നൽകുന്നതാണ് ശരിയായ രീതി. താഴെ കൊടുത്തവയിൽ സാംക്രമിക രോഗം ഏതാണ്? ക്ഷയരോഗം. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനം ഏതാണ്? CT സ്കാൻ. പ്രതിരോധ കുത്തിവയ്പ്പ്, അതുപോലെ ഡോക്ടറുടെ സേവനം, പാലിയേറ്റീവ് പരിചരണം എന്നിവ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. എന്നാൽ CT സ്കാൻ സൗകര്യം സാധാരണയായി വലിയ ആശുപത്രികളിലാണ് ഉണ്ടാകാറുള്ളത്. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് ജീവിയാണ്? കൊതുക്. ഈഡിസ് ഈജിപ്തി ഇനത്തിൽപ്പെട്ട കൊതുകുകളാണ് ഡെങ്കിപ്പനി പടർത്തുന്നത്. നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. തൊഴിലുറപ്പ് പദ്ധതി. നവകേരളം കർമ്മ പദ്ധതിയിലെ പ്രധാനപ്പെട്ട 4 മിഷനുകൾ ഹരിതകേരളം, ആർദ്രം, ലൈഫ്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നിവയാണ്. തൊഴിലുറപ്പ് പദ്ധതി ഇതിൽ ഉൾപ്പെടുന്നില്ല. 101 × 99 = 9999. ഒരാളുടെ 8 ദിവസത്തെ ആകെ വരുമാനം 4880 രൂപയാണ് എങ്കിൽ അയാളുടെ ഒരു ദിവസത്തെ ശരാശരി വരുമാനം എത്ര രൂപയായിരിക്കും? 610. 3/7 ഹരിക്കണം 2/7 = 3/2. 0.5 തുല്യമല്ലാത്തത് ഏത്? 5/100. 4:19. 7:-. 22. 3, 5, 15 എന്നീ സംഖ്യകളുടെ ലസാഗു 15. 1, 2, 3, 5, 8 എന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത പദം ഏത്? 13. 45 - 12 × 24 ഹരിക്കണം 8 + 6 = 15. 4 വർഷം മുമ്പ് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങായിരുന്നു. അച്ഛന് ഇപ്പോൾ 52 വയസ്സുണ്ടെങ്കിൽ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? 20. 13, 17, 19, 21, 23 ഇവയിൽ കൂട്ടത്തിൽ പെടാത്ത സംഖ്യ ഏത്? 21. താഴെ പറയുന്നതിൽ ജൈവിക കൊതുക് നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത്
മുകളിൽ പറഞ്ഞവയെല്ലാം. ലോക ടോയ്ലറ്റ് ദിനം എന്ന് നവംബർ 19. സ്ക്രബ് ടൈഫസ് രോഗത്തിന് പ്രത്യേകമായുള്ള ലബോറട്ടറി പരിശോധന, വീൽ ഫെലിക്സ് ടെസ്റ്റ്. സുസ്ഥിര വികസന ലക്ഷ്യപ്രകാരം 2030 ഇന്ത്യയിൽ നിന്നും നിവാരണം ചെയ്യേണ്ട പ്രാണിജന്യ രോഗങ്ങൾ ഏതെല്ലാം? മലമ്പനി, മന്ദരോഗം, കരിമ്പനി. ഈച്ചയുടെ ജീവിതചക്രം. മുട്ട, ലാർവ, പ്യൂപ്പ, മുതിർന്ന ഈച്ച. ലോക കൊതുക് ദിനം ആഗസ്റ്റ് 20. സൺഫ്ലൈ പരത്തുന്ന രോഗം. മുകളിൽ പറഞ്ഞവയെല്ലാം. മലമ്പനി രോഗാണുക്കൾ ഏത് അവയവത്തെ ബാധിക്കുന്നു? കരൾ. കോളറ ബാധയുണ്ടാക്കുന്ന രോഗാണു വിബ്രിയോ കോളറ. താഴെ പറഞ്ഞതിൽ പകൽ സമയം കടിക്കുന്ന കൊതുക് ഈഡിസ്. താങ്ക് യു.